ുണ്ട് ശ്രീ വിൻസെന്റ് നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരു യുവാവ് ഒന്നിനുമല്ലാതെ നിസ്സഹായനായി നിരപരാധിയായ യുവാവ് മരണപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണത്തിനു പിന്നാലെ നരഹത്യാ കുറ്റം ഉൾപ്പെടെ ചുമത്തണമെന്നുള്ളതാണ്, ഡ്രൈവർക്കെതിരെ ചുമത്തണമെന്നുള്ളതാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. നിരന്തരം ഇത്തരത്തിൽ അമിത ലോഡുമായി പോകുന്ന വാഹനങ്ങൾ ക്ഷണിച്ചു വരുന്ന അപകടം ഈ പ്രദേശത്ത് പതിവാണെന്ന് പറയുകയും ചെയ്യുന്നു. പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായും ഞാൻ തന്നെ ഈ അമിതമായ ഭാരം കയറ്റുകളെ 2 തവണ തടഞ്ഞിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആർടിഒ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരുമായി വന്ന് അവർ ഉറപ്പ് നൽകിയിട്ട് പോകുന്നതാണ് പലപ്പോഴും. അത് പാലിക്കപ്പെടുന്നില്ല. ഇവരെല്ലാം വലിയ സ്വാധീന ശക്തിയുള്ള ആളുകളാണ്, ഈ പാറ സപ്ലൈ ചെയ്യുന്ന കോൺട്രാക്ടർമാർ. അപ്പൊ അവരുടെ പലപ്പോഴും സ്വാധീനത്തിൽ ഇവർ വഴങ്ങുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പലതവണ 2 തവണ ഞാൻ നേരിട്ട് തന്നെ റോഡിൽ വണ്ടി നേരിട്ട് വന്ന് വണ്ടി തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഒരിക്കൽ ഇതിൽ തടഞ്ഞു, അവരെല്ലാം ഇന്ന കേസിലെ പ്രതികളാണ്. അപ്പൊ ഈ നിലയിൽ പലതവണ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഡിസംബർ മാസമാണ് ഒരു ടീച്ചറിന്റെ കാല് പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. അപ്പൊ തുടർച്ചയായിട്ട് അപകടം ഉണ്ടാവുകയും ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവർ നടപടി സ്വീകരിക്കുന്നില്ല. ഇവിടെ സംഭവിക്കുന്നത്, തുറമുഖ നിർമ്മാണത്തിനെ ഈ പാറ കൊണ്ടുവരുന്നു. അവർ കൊണ്ടുവരുന്ന പാറയുടെ വിലയാണ് അവർ കൊടുക്കുന്നത്. എന്നാൽ 2 ടിപ്പറിൽ കയറേണ്ട അല്ലെങ്കിൽ 3 ടിപ്പറിൽ കയറേണ്ട ഭാരം നിറഞ്ഞ ആണ് ഒറ്റ ടിപ്പറിൽ കോറി വരുന്നത്. ഓരോ ദിവസവും നമ്മൾ അപകടകരമായ രീതിയിൽ വാഹനം. അപ്പൊ ഇത് ഒരിക്കലും ഇനി അനുവദിക്കാൻ കഴിയില്ല. അതായത് അങ്ങ് പറഞ്ഞതുപോലെ സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ് ഇവർ. തുറമുഖ നിർമ്മാണത്തിനായിട്ട് ഈ കയറ്റാവുന്നതിൽ എത്രയോ അധികം ലോഡ് ഈ പാറയും കരികല്ലും ഒക്കെ കയറ്റി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ജീവൻ പണയം വെച്ച് എത്ര നാൾ മനുഷ്യന്മാർ ഇതിലൂടെ യാത്ര ചെയ്യണമെന്നുള്ളത്? ഇതിപ്പോ നാളെ കളക്ടർ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഇത് അനുവദിക്കുന്നതല്ല. എത്രയാണോ ഒരു ടിപ്പറിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അത്രയും മാത്രമേ അനുവദിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ ഒരു ടിപ്പർ വാഹനത്തിൽ കൂടുതൽ ലോഡ് കയറ്റുന്നതിന് വേണ്ടി അതിന്റെ ബോഡി തന്നെ കൂടുതൽ ഉയരത്തിലേക്ക് ചെയ്തുകൊണ്ടാണ് അവർ കൊണ്ടുപോകുന്നത്. ആ കൂടുതൽ ഉയരത്തിൽ ചെയ്ത് അത്രയും കൊണ്ടുപോയി അതിനേക്കാൾ കൂടുതൽ ആണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഒരു കാരണവശാലും ഇനി ഇവിടെ പാറ ഈ രീതിയിൽ കൊണ്ടുവരാൻ അനുവദിക്കില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനിയെന്ന് അങ്ങ് പറയുന്നത്, അങ്ങ് തന്നെ സൂചിപ്പിച്ചു, നേരത്തെ ഒരു ടീച്ചറുടെ കാല് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയെ പറ്റി അങ്ങ് തന്നെ പറഞ്ഞു. ഇപ്പോഴും ഒരു മരണം സംഭവിക്കേണ്ടി വന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ എന്ത് നടപടി എടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു മരണമൊക്കെ സംഭവിക്കുന്നുള്ളത്? അന്ന് 2 തവണ ഇത് ഒരു അപകടം സംഭവിക്കുന്നതിന് മുമ്പ് കാഴ്ചയ്ക്ക് തന്നെ ഇത് അപകടമാണെന്ന് തോന്നിയതിനെ തുടർന്നാണ് ഞാൻ 2 തവണ ഈ ലോഡുകൾ തടഞ്ഞിട്ടത്. പക്ഷെ ഇത് പൂർണ്ണമായും തടഞ്ഞതിന് പരിഹാരം അവർ കാണാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അന്നെല്ലാം ഓടാൻ സമ്മതിച്ചുള്ളത്. ഈ ഒരു സ്ത്രീയുടെ കാല് നഷ്ടപ്പെട്ട, ഒരു ടീച്ചറിന്റെ കാല് നഷ്ടപ്പെട്ട ആ സമയത്ത് തന്നെ നമ്മള് 3 ദിവസത്തേക്ക് തടഞ്ഞു. പക്ഷെ ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാർ ഉറപ്പ് നൽകുന്നു. അപ്പൊ ആ നിലയിലാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോ കളക്ടർ ഉൾപ്പെടെയുള്ള മന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വളരെ ഉന്നതമായ ഒരു യോഗം കൂടി ഈ കാര്യത്തിൽ. മാത്രവുമല്ല, അദാനി കമ്പനി ചെയ്യേണ്ടത് എത്ര മാത്രമാണ് ഒരു ടിപ്പറിൽ കൊണ്ടുവരാൻ കഴിയുന്നത് അത്രയേ എടുക്കാവൂ. ഒരു ടിപ്പറിൽ യഥാർത്ഥത്തിൽ അനുവദനീയമായ അളവിനേക്കാൾ കൂടുതൽ കൊണ്ടുവരികയാണെങ്കിൽ അത് എടുക്കില്ല എന്നൊരു തീരുമാനം അവരും എടുക്കണം. ഈ ആർടിഒ ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യങ്ങളെ ഫ്രീക്വന്റ് ആയി പരിശോധന നടത്തുകയും വേണം എന്നുള്ളൊരു നിലപാടുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയൂ. ശരി, വിൻസെന്റ് MLA ആണ് പ്രതികരിച്ചത്.